കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിച്ചതുപോലെ ഇത് നമ്മളുടെ 500ാമത്തെ പ്രോഗ്രാമാണ്. 500ാമത്തെ എപ്പിസോഡ് എന്നും വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ അനേക നാളുകളായിട്ട് ഏതാണ്ട് 500 ദിവസത്തോളമായി നമുക്കൊരുമിച്ച് എല്ലാ ദിവസവും പ്രഭാതത്തിൽ, അതും 5 മണി സമയം ഒരുമിച്ച് കാണുവാനും ദൈവത്തിൻ്റെ വചനം പങ്കിടുവാനും ദൈവം ഇടയാക്കി തീർത്തു. ഇന്നത്തെ ഈ ദിവസത്തിലെ ശുശ്രൂഷയുടെ വലിയൊരു പ്രത്യേകത, കഴിഞ്ഞ 20ലധികം വർഷമായി എനിക്ക് വളരെയധികം പരിചയമുള്ള, എന്നോടൊപ്പം കർത്താവിൻ്റെ വേലയിൽ പല സന്ദർഭങ്ങളിലും ഇപ്പോഴും ആയിരിക്കുന്ന കർത്താവിൻ്റെ വിലരുദാസൻ പാസ്റ്റർ റെജിമോൻ തോമസ് കടന്നു വന്നു എന്നുള്ളതാണ്. പാസ്റ്റർ റെജിമോൻ തോമസിനെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ട പാസ്റ്റർ നല്ലൊരു പ്രോത്സാഹനം തരുന്ന ദൈവദാസനാണ്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടതായിട്ടുള്ള കൈത്താങ്ങലുകളും അതേപോലെ തന്നെ അനേകരിലേക്ക് ഈ ശുശ്രൂഷ താൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട പാസ്റ്റർ റെജിമോൻ തോമസ് വാഗ്ദാനം കേന്ദ്രമാക്കി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അയർക്കുന്നത്ത് കർത്താവിൻ്റെ വേലയിലും ആയിരിക്കുന്നു. ഞാൻ പാസ്റ്റർ റെജിമോൻ തോമസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ശുശ്രൂഷ എത്രത്തോളം പാസ്റ്റർക്ക് അനുഗ്രഹമായി, അതുപോലെ മറ്റുള്ളവർക്ക് ഇത് എത്രത്തോളം അനുഗ്രഹമായി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പാസ്റ്റർ റെജിമോൻ തോമസിൽ നിന്നും കേൾക്കാം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് ഒരുമിച്ച് കർത്താവിൻ്റെ ദാസൻ സണ്ണി പാസ്റ്ററോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിപ്പാൻ സർവ്വകൃപാലുവായ ദൈവം ഒരുക്കിയ സാവകാശത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. അതോടൊപ്പം ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ദൈവജനത്തിനും ദൈവമക്കൾക്കും ക്രിസ്തുവിലുള്ള വന്ദനം അറിയിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ചോദിച്ചതുപോലെ എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായും എൻ്റെ കുടുംബത്തിനും ഞങ്ങളോടൊപ്പമുള്ള ദൈവമക്കൾക്കും അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം മറകൂടാതെ ധൈര്യത്തോടെ സത്യവചനം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ശുശ്രൂഷ സർവ്വകൃപാലുവായ ദൈവം അനുഗ്രഹിക്കട്ടെ. അവനായ കർത്താവിൻ്റെ ദാസനെ വീണ്ടും കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. പാസ്റ്ററെ, നല്ല വാക്കുകൾക്ക് വളരെ നന്ദി. പല സന്ദർഭങ്ങളിലും പാസ്റ്റർ എന്നെ വിളിക്കുവാനും ഈ ശുശ്രൂഷയുടെ ഓരോരോ ഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഞങ്ങൾക്ക് കഴിയാറുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതായ വേദഭാഗം റോമലേഖനം 8-ാം അധ്യായമാണല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചത് റോമർ 8:24 പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, നിലനിൽക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച്. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. തീർച്ചയായിട്ടും സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധാരാളമായിട്ട് വചനത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്നതായ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ രക്ഷ പ്രത്യാശയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പം നമ്മൾ നിത്യയുഗങ്ങൾ വാഴുമെന്നുള്ളതാണ്. ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പാസ്റ്റർക്ക് ധാരാളം കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, മനുഷ്യരെല്ലാവരും തന്നെ ഈ ലോകത്തിലാണ് പ്രത്യാശ വച്ചിരിക്കുന്നത്. ആത്മീയരായ ആളുകൾ പോലും അവർ പ്രസംഗിക്കുന്നതും അല്ല, അവർ ചിന്തിക്കുന്നതും ഈ ലോകത്തിൽ എന്തൊക്കെ നേടണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വേണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യ തേജസ്സിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങളെയും മറക്കുവാൻ നമുക്ക് സാധിക്കും. ഇത് സംബന്ധിച്ച് പ്രിയ റെജി പാസ്റ്റർക്കും സംസാരിക്കാനുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ റെജി പാസ്റ്ററോട് ചോദിക്കുകയാണ്, ഈ ദിവസങ്ങളിലെ ആ വചനധ്യാനം അത് പാസ്റ്റർക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യുന്നു, പ്രത്യേകിച്ച് പ്രത്യാശയെ സംബന്ധിച്ചുള്ള കാര്യം? ദൈവവചനത്തിൽ പറയുന്ന പ്രത്യാശയില്ലാതെ എൻ്റെ 34 വയസ്സ് വരെ ജീവിച്ച ഒരു വ്യക്തിയാണ്. 25 വർഷങ്ങളായി കർത്താവിൻ്റെ കൃപയാൽ സുവിശേഷം യഥാർത്ഥമായി ഗ്രഹിപ്പാനും ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് എനിക്ക് ലഭിച്ചിട്ട് 25 വർഷങ്ങളെ ആകുന്നു. കർത്താവിൻ്റെ ദാസൻ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തിൽ എന്തൊക്കെയോ നേടുക എന്നുള്ള ചിന്തയിലാണ് എൻ്റെ 34 വയസ്സ് വരെ ഞാൻ ജീവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനത്തിലൂടെ എനിക്ക് യഥാർത്ഥ രക്ഷ എന്താണ്, വിശ്വാസം എന്താണ്, പ്രത്യാശ എന്താണെന്ന് ദൈവവചനത്തിലൂടെ എനിക്ക് ഗ്രഹിപ്പിച്ചു തന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങളെ എനിക്ക് അഭിമുഖീകരിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ 34ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതം ഒടുക്കിക്കളയേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ എത്തിയതാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ കുടുംബം ഒന്നടങ്കം ഇന്ന് പത്രമാധ്യമങ്ങളിൽ കാണുന്നത് പോലെ
25 വർഷങ്ങൾക്കുറയിൽ ഒരു വാർത്തയായി മാത്രം അവശേഷിച്ച് എൻ്റെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകേണ്ട ഒരു സ്ഥാനത്ത് ക്രിസ്തുവിലുള്ള യഥാർത്ഥ പ്രത്യാശ എന്താണെന്ന് ദൈവാത്മാവ് വചനത്തിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, യഥാർത്ഥമായി രക്ഷയുടെ അനുഭവത്തിൽ വരുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തു ജീവിതത്തിൽ കർത്താവും ദൈവവുമായി തീരുന്ന ഒരു വ്യക്തിക്ക് ദൈവവചനത്തിലൂടെ യഥാർത്ഥ പ്രത്യാശയിൽ ജീവിക്കുവാൻ കഴിയും. ഇതൊരു കെട്ടുകഥയല്ല. അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യക്ഷത അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുന്നത് നിർമ്മിത കഥകളെ അടിസ്ഥാനമാക്കിയല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. നമുക്കറിയാം, ഇന്ന് ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നവരൊക്കെ കർത്താവിൻ്റെ മരണം, ഉയർപ്പ് ഒക്കെ ആഘോഷിക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ യഥാർത്ഥമായും കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഒരു വലിയ പ്രത്യാശ നമുക്ക് ലഭിക്കും. യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ, അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നവനാണ്. അപ്പോൾ അവരൊക്കെ വളരെ പ്രത്യാശയോടെ ജീവിച്ചവരാണ്. ഭാവികാല ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ച്, ഉയരത്തിലുള്ള കാര്യങ്ങൾ കാണുകയും ആത്മാവിനാൽ അത് ഗ്രഹിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും സുവിശേഷം, ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷ അവർ മുറുകെ പിടിക്കുക മാത്രമല്ല, അത് പ്രഘോഷിക്കുവാൻ അവരുടെ ജീവിതത്തെ തന്നെ അവർ സമർപ്പിച്ച് മുന്നേറിയതാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. അവർക്കുണ്ടായിരുന്ന പ്രത്യാശ നമുക്കുമുണ്ടെങ്കിൽ നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകത്തില്ല. യേശുവിനോടൊപ്പം എന്നും ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ, നിത്യമായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണുമെന്ന് ദൈവവചനം നമുക്ക് ഉറപ്പ് പറയും. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും ഭോഷ്ക് പറയത്തില്ല. ദൈവം പറഞ്ഞത് അതേപോലെ തന്നെ സാധിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അത് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ അവൻ ശക്തനാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കും. അപ്പോൾ നമുക്കറിയാം, പുതുജന്മത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടു. ഈ ശുശ്രൂഷയിലൂടെ അനേകരെ കർത്താവിനെ ആഴമായി സ്നേഹിക്കുവാനും കർത്താവിൻ്റെ വചനം കൂടുതൽ പഠിക്കുവാൻ, ആ കർത്താവിൻ്റെ വചനത്തിലുള്ള പ്രത്യാശയിൽ വളർന്നു വരുവാൻ. നമുക്കറിയാം, ദൈവം നമ്മളെ തുടങ്ങി വെക്കുന്നവൻ മാത്രമല്ല, അവൻ വളർത്തുന്നവനാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളർത്തുന്നവൻ ദൈവമത്രേ. അപ്പോൾ നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിക്കുന്നവൻ ഓരോ ദിവസവും തൻ്റെ ആത്മാവിനാൽ തൻ്റെ വചനത്തിലൂടെ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവെന്ന തലയോളം നമ്മൾ വളരുവാനും കർത്താവിനോടൊപ്പം എന്നും ജീവിക്കുവാൻ, ഭാവി കാലത്ത് ദൈവവചനത്തിൽ പറയുന്ന അവകാശങ്ങൾ പ്രാപിച്ച് ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വചനത്തിൽ വിശ്വസിക്കുന്നവരോട് എനിക്ക് വീണ്ടും പറയുവാനുള്ളത്, കർത്താവിൽ ആശ്രയിക്കുക, ദൈവവചനത്തിൽ ആശ്രയിക്കുക, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക, വിശ്വാസത്തിൽ വളർന്നു വരിക, പ്രത്യാശയുള്ളവരായി ജീവിക്കുക. അങ്ങനെയുള്ളവർ ഒരിക്കലും റെയിൽവേ പാളത്തിലേക്കോ അല്ലെങ്കിൽ വിഷക്കുപ്പി തേടിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ആത്മഹത്യയിലേക്കോ പോകാൻ ശ്രമിക്കത്തില്ല. പിന്നെയോ ക്രിസ്തുവിൽ ആശ വെച്ച് വളർന്നു വരുവാനിടയാകും, നിത്യമായ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ ഇടയാകും. അതിന് ഈ ശുശ്രൂഷ, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് തരുന്ന ആയുസ്, നമ്മുടെ ജീവകാലം അവസാനിക്കുന്നതുവരെ ഈ ശുശ്രൂഷ തുടർന്നു പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ പാസ്റ്ററെ, നല്ല വചനത്തിന് വളരെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രത്യാശയെക്കുറിച്ചുള്ള കാര്യമാണ് പ്രിയ പാസ്റ്റർ പറഞ്ഞത്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പലപ്പോഴും എന്നെ വളരെയധികം സ്പർശിക്കാറുണ്ട്. പ്രത്യേകിച്ച് കുടുംബമായിട്ട് അവർ ആത്മഹത്യ ചെയ്യാൻ ഇരുന്നവരാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അവരെ രൂപാന്തരപ്പെടുത്തി. ഇന്നും എനിക്ക് വ്യക്തിപരമായിട്ട് പ്രിയ പാസ്റ്ററേയും കുടുംബത്തെയും നല്ല പരിചയമുണ്ട്. ജീവിതത്തിൽ കടന്നു വരുന്നതായ ഓരോ പ്രശ്നങ്ങളുടെ നടുവിലും സന്തോഷത്തോടുകൂടി മാത്രമേ അവരെനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം, കർത്താവ് യേശുക്രിസ്തുവിൽ ശരിയായി വിശ്വസിക്കുന്ന, അവൻ്റെ വചനത്തെ ശരിയായി പാലിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഭൂമിയിലുള്ള ചെറിയ പ്രയാസങ്ങൾ പോലും അല്ല, വലിയ പ്രയാസങ്ങൾ പോലും അവരെ വിഷമത്തിലേക്കോ നിരാശയിലേക്കോ കൊണ്ടെത്തിക്കത്തില്ല. കാരണം അവരുടെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന പ്രത്യാശ സകല ബുദ്ധിയെയും കവിയുന്നതാണ്. അതാണല്ലോ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം. അതെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ശുശ്രൂഷ നമ്മൾ പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. പ്രിയ റജി പാസ്റ്റർ, നമ്മളെല്ലാവരും വഹിച്ചുകൊണ്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ഉണക്കാം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇപ്രകാരം അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, ഞങ്ങളെ രക്ഷിക്കുവാൻ, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ
സ്വർഗീയ മഹത്വം ഒഴിഞ്ഞുവെച്ച് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്ന് ക്രൂശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് ജീവിക്കുകയും പിതൃവലഭാഗം ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും തന്നിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വാനമേഘ വരുന്ന ഞങ്ങളുടെ രക്ഷകനും ലോകത്തിൻ്റെ ഏകരക്ഷിതാവും പുതിയ നിയമത്തിൻ്റെ ഏക മധ്യസ്ഥനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ ആമേൻ തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ വരുന്ന കാലങ്ങളിൽ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന അനേകർ അതിനെയെല്ലാം അഭിമുഖീകരിക്കുവാൻ അതിജീവിക്കുവാൻ കരുത്ത് നൽകുന്ന ക്രിസ്തുയേശുവിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആമേൻ പ്രത്യാശ വെച്ച് ജീവിക്കുവാൻ അവരെ കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് ഈ ശുശ്രൂഷയെ കർത്താവ് സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഏവരെയും ഞങ്ങൾ ഒരുമിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആത്മീയവും ഭൗതികവും ശാരീരികവും മാനസിക ബുദ്ധിപരമായി എല്ലാ നന്മകളാൽ കർത്താവ് അവരെ നിറയ്ക്കണം. എല്ലാവരും സന്തോഷിക്കുവാൻ ദൈവം ഇടയാക്കണം. അടിയങ്ങളെയും താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഉത്തരം തരണമേ സ്വർഗീയ പിതാവ്. ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ വഴി ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.